ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. ഓഡിയോ പ്ലീസ്. അട വീട്ടുക്ക് വീട്ടുക്ക് വാസം. അല്ല അതിലല്ല. അയ്യോ അതെ ഏത് ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന്. എത്ര ബീറ്റ് അതിനകത്ത് പോയി എന്നൊക്കെ ശ്രദ്ധിച്ചായിരുന്നു? 756. സംശയം നോക്ക്. ഏത് ഇൻസ്ട്രുമെന്റാ പ്ലേ ചെയ്യുന്നത്? സലിൽ ഏത് ഇൻസ്ട്രുമെന്റാ പ്ലേ ചെയ്യുക? അത് സലിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് പ്ലേ ചെയ്യുന്നത്? തബലല്ലല്ലോ, തബല. ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് സലിൽ പ്ലേ ചെയ്യുന്നത്? തബല. സജിൽ ഏതെങ്കിലും പ്ലേ ചെയ്യോ? ഞാന് കൊറേ പഠിച്ചിട്ടില്ല, പക്ഷെ സ്കൂൾ കലോത്സവത്തിനൊക്കെ ഈ റിതം വായിച്ചിട്ടുണ്ട്, പിയാനോ. അപ്പൊ എല്ലാത്തിലും കുറച്ച് കൈവച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വായിക്കുമെന്ന് വെച്ചാൽ വായിക്കാൻ പറ്റില്ല. ഇല്ല അല്ലേ? പെർക്കഷൻ ആയിരുന്നല്ലേ മെയിൻ? ഏതായിരുന്നു ഇൻസ്ട്രുമെന്റ്? ഗിറ്റാറും തബലയും ആണല്ലേ? കീബോർഡ് എല്ലായിടത്തും കാണുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ നമുക്ക് അതിൽ സംശയമില്ല. ഈ കേട്ടത് ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് ആണെന്ന് മനസ്സിലായി അല്ലേ? തുള്ളലിന്റെ ഉത്ഭവ കഥയുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു വാദ്യോപകരണമാണ്. എനിക്ക് ഉപകരണം ഏതാന്ന് പക്ഷെ എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല, അതാണ് എന്റെ വലിയൊരു പ്രശ്നം. വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. എങ്ങനെ? അല്ല ഞാൻ പറഞ്ഞു കൊടുക്കും, കുഴപ്പമില്ല. ഒരു സമ്മാനം എടുത്തോട്ടെ. നിനക്കറിയാം? ഇപ്പൊ കാണാം. നീ പറഞ്ഞ് തെറ്റിക്കോ അവര്? ആലോചിച്ചോക്ക്. സഹായ ലൈഫ് ലൈൻ ഇവർക്കറിയാത്തതുകൊണ്ട് അവരുടെ ഒരു ഫാമിലി അല്ലേ? ഉത്തരം തെറ്റിച്ചാ ഇടിക്കും. മറ്റേ മൺചട്ടിയിൽ വരുന്നല്ലേ? അതിലോട്ട് ബിരിയാണി അവിടെ ആരോ പറഞ്ഞു കൊടുത്ത്. ഇല്ല ഞാനിങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിങ്ങനെ വിശ്വാസമില്ല. പക്ഷെ 2 ദിവസം എന്തിനാണ് ബുദ്ധി വരുന്നത്? അതല്ലേ? ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്കില്ല ഉത്തരവില്ല. ഒരു മിനിറ്റ്. ഒരു മിനിറ്റാ? ഒരു മിനിറ്റ് ഇല്ല, ഒരു സെക്കൻഡ്. ഞാന് ഒരു കൗണ്ട് ഔട്ട് ചെയ്യാം. 5 4 3 2 1 വിടാം. കിട്ടും. ഓഡിയൻസ് മിഴാവാണോ? കുഞ്ചത്തുമ്പിയാണെന്ന് പറയുമ്പോ തന്നെ അല്ലേ മിഴാവ് അല്ലേ നമുക്ക് മനസ്സിലാദ്യം വരുള്ളൂ. പുള്ളിക്കാരി എടുത്തത് മൺചട്ടി എന്ന് പറഞ്ഞു കൊടുത്തല്ലേടാ, കള്ളാടാ. തെറ്റിക്കാനായിട്ട് മൺചട്ടിയുമായിട്ട് ചേർന്നതാണ്. അല്ല ആ താത്ത ഇങ്ങനെ കുറെ നേരം കാണിക്കണം, ആരും മൈൻഡ് ചെയ്തില്ല. മൺചട്ടി എന്നല്ലേ പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ കേട്ടു. അതല്ല പറഞ്ഞേ, മൺചട്ടി ഒരു ഉപകരണം ഇല്ല, അത് നമ്മള് വെറുതെ എടുത്തിട്ട് അടിക്കുന്നതാണത്. വാ മോനെ വാ. വെൽക്കം വെൽക്കം വെൽക്കം. മൺചട്ടി പോലെ ഉപകരണമില്ല, മൺകുടം പോലത്തെ ഉപകരണമുണ്ട്. കടം എന്ന് പറയുന്നതുണ്ട് കേട്ടോ. എന്നുള്ളത് ഒന്ന് ഓർമ്മിക്കാൻ പറഞ്ഞു വിടും. പേര് അഭയ്. അഭയ്. അഭയ്ക്ക് ഇൻസ്ട്രുമെന്റ്സുമായിട്ടുള്ള ബന്ധം ഒന്നുമില്ല. ഒരു ബന്ധം. ഓക്കെ. പുള്ളി അമ്പലപ്പുഴക്കാരനാണല്ലോ, അപ്പൊ ഞാനൊരു അമ്പലപ്പുഴക്കാരനായിരുന്നു. അങ്ങനെ അങ്ങനെ പിടിച്ചതാണ്. അവിടെ മറ്റേ ഇപ്പോഴും ഇരിപ്പുണ്ടല്ലോ, ക്ഷേത്രത്തിൽ അവിടെ ഇപ്പോഴും മിഴാവ് ഇരിപ്പുണ്ടല്ലോ. അതെ. അപ്പോ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞതിന് അഭയ്ക്ക് വെറുതെ 10 സെക്കൻഡ് അല്ല, അഭയ് ഗെയിം കളിച്ച് ചെയ്യിക്കണം. ഗെയിം എന്താണെന്നൊക്കെ അറിയാൻ നമുക്ക് നേരെ മീനാക്ഷിയിലോട്ട് പോവാം. ഈ ഗെയിമിന്റെ ഒരു ആഗ്ലാസ് ഷേപ്പ് ഉണ്ടല്ലേ കാണാനായിട്ട്? യെസ്. പക്ഷെ ഈ ഗെയിമിന്റെ പേരാണ് കുലുക്കിത്തക്ക. വെറൈറ്റി ഗെയിമാണ്, പറയുമ്പോ മനസ്സിലാവും. വെറൈറ്റി പേര്. അതെ അതെ. ഈ ബോൾസിനെ ഇങ്ങനെ കുലുക്കി 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 ഓരോന്ന് വീതം ഈ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ദി ആർ ഗ്ലാസിലേക്ക് ഇട്ടാൽ മാത്രം മതി ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. സോ ടാസ്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താണെന്നറിയാലോ? പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ എടുക്കാനായിട്ടുള്ള ടൈം ലിമിറ്റ് ഇസ് 45 seconds. ഓക്കേ, ഓടൂ വാരൂ നേടൂ. Come on. ഇതാണ് ഭാഗ്യ പരീക്ഷണം. ഒരെണ്ണം കൂടി എടുക്കാൻ സമയം ഉണ്ടായിരുന്നു. കൈ കൊള്ളണ്ടേന്ന്. MGM കാർക്ക് വേണ്ടി ഇന്ന് ആഘോഷം.